ഇതിപ്പോൾ റോഡെല്ലാം കാണിച്ചിട്ട് എങ്ങോട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? എങ്ങോട്ടല്ല, പിന്നെയും ഒരു മേക്കപ്പ് ക്ലാസ്സിൻ്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല, എല്ലാം മ്യൂസിക്കിൽ തന്നെ ഇട്ടിട്ട് പോയതാണ്. ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെ എത്തും വരെ വോയിസ് ഓവർ കൊടുക്കുക. അവിടെ എത്തിയിട്ട് ഓരോ ക്ലാസ്സിനുള്ള വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഉണ്ട്, അന്നെങ്കിലും സാരമില്ല. അങ്ങനെ എത്തിയിട്ട് ആദ്യം തന്നെ നമുക്ക് പിന്നെ അവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്ന്, അതായത് നമുക്ക് ID കാർഡ്, അതേപോലെ തന്നെ പിന്നെ ബുക്ക്, അങ്ങനെ ചെയർ എല്ലാം തന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് അടുത്തേക്ക് പിന്നെ ആര് വന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ആങ്കർ വന്നിട്ട് ഒരാളെ വിളിച്ചിട്ട് പരിചയപ്പെട്ട് ഒരാളെ കൊണ്ട് കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യിപ്പിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മളെ ക്ലാസ് എടുക്കാനുള്ള പിന്നെ പാർവതി രാജ് എത്തിയിട്ടുണ്ടായിരുന്നു. പാർവതി രാജിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാർവതി രാജിനെ വെൽക്കത്തിലേക്ക് കിടക്കാം. സ്വന്തമായി എറണാകുളത്ത് ഒരു മേക്കപ്പ് സ്റ്റുഡിയോ റൺ ചെയ്യുന്ന ഒരുപാട് പേർക്ക് തനിക്ക് പറ്റുന്നതിനേക്കാൾ അധികമായ സർവീസുകൾ കൊടുക്കുന്ന ശ്രീ പാർവതി രാജാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നല്ലൊരു കൈയടി കൊടുക്കൂ. ഈ ഒരു സെഷന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീ പാർവതി രാജിനെ സ്വാഗതം ചെയ്യുന്നു. ബ്യൂട്ടി മിത്രയുടെ CEO ശ്രീ ബൈജു, അനൂപ്, ബിനീഷ് എന്നിവരെ ഈ വേദിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ? ഓ ഓക്കെ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഇതിൽ ആരൊക്കെ എൻ്റെ നിങ്ങളിലേക്കൂടെ ഷെയർ ചെയ്യാൻ ചെയ്യുന്നത്? പല ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഇവിടെ ഒരു ക്ലീൻ സ്ലേറ്റ്, നമ്മുടെ മൈൻഡ് ഒരു ക്ലീൻ സ്ലേറ്റ് ആക്കി വെക്കുക. ഇവിടുന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് പോവുക. എന്നിട്ട് ഇനി വരുന്ന വർക്ക്സ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ നോക്കാം. എൻ്റെ മാക്സിമം എനിക്കുള്ള നോളേജ് നിങ്ങൾക്കൂടെ ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ? ഇവിടെ മോഡൽ അല്ല, ഫ്രഷേഴ്സ് ആരെങ്കിലും ഉണ്ടോ? നമ്മളുടെ അടുത്തൊരു ബ്രൈഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അവരുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള മേക്കപ്പ് മതി, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ്. അപ്പൊ ഞാൻ അതിന്റെ ബേസിസിലാണ് നിങ്ങൾക്കും പറയുന്നത് കേട്ടോ. ഇല്ല, നിങ്ങൾക്ക് വരുന്ന പ്രൈസും അങ്ങനെ ആയിരിക്കത്തില്ല, വളരെ ലൈറ്റ് ആയിട്ട് മതി. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം മാത്രം ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ അതവിടെ വിടുക കേട്ടോ. പിന്നെ അതിന്റെ കുറച്ചുകൂടെ ഡാർക്കർ ഇങ്ങനെ ബ്രൗൺസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പാലറ്റ്സിലും ഉണ്ടാവും. എപ്പോഴും കുറച്ച് ബ്ലെൻഡിങ്ങിന് കുറച്ച് സമയം എടുക്കുക. ഹാർഷ് ലൈൻസ് ഒന്നുമില്ല, നല്ല ഫ്ലോലെസ് ആയിട്ട് ഇരിക്കുകയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ അടുത്ത ഷെയ്ഡിലേക്ക് കടക്കാവുള്ളൂ കേട്ടോ. ഈ ബ്രഷ് കൊണ്ടാണ് ട്രാൻസിഷൻ ഷെയ്ഡ്സ് എല്ലാം ഞാൻ എടുക്കുന്നത്. PACയുടെ 03 കേട്ടോ. ഈ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. 033 അല്ല, 033 സോറി, 033 എടുക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഉള്ളിലേക്കാണ് ചെയ്യുന്നത്, എപ്പോഴും ഇവിടുന്ന് ഉള്ളിലേക്ക്. സ്കിന്നിന്റെ അടുത്ത ഒരു സീക്രട്ട് ആണെങ്കിൽ മാത്രമേ ഞാൻ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മുകളിലേക്ക് നോക്കി
ബ്യൂട്ടിലിഷ്യസിന്റെ ബ്ലെൻഡർ ആണ് കേട്ടോ, വലിയ ബ്ലെൻഡർ. പിന്നെ എടുത്തിട്ട് ഈ 2 ഏരിയ ഇല്ലേ, അവിടെ മാത്രം ഒന്നും കൂടെ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ അത് തിന്നായി നാരോ ആയതുപോലെ ഇരിക്കും. വലിയൊരു ഏരിയാസ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ഏരിയ കേട്ടോ. ഓക്കെ, ഞാനിതിങ്ങനെ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് സ്മൂത്ത് ആവാനായിട്ടൊന്ന് ആക്കി കൊടുക്കാറുണ്ട്. ഹെയർ സ്റ്റൈലിങ്ങിന്റെ ഇതിലേക്ക് പോകുമ്പോൾ വലിയ നെറ്റിയുള്ള ആൾക്കാർക്ക് മാറ്റും. ചുട്ടി വന്നതിന് ശേഷം ചുട്ടി ഫിക്സ് ചെയ്യും. നിങ്ങളൊക്കെ മറ്റേ ഇവിടെ എടുക്കുമ്പോൾ ഹാഫ് മൂൺ ഷേപ്പിൽ എടുക്കുക. അതായത് കുറച്ചല്ല, നല്ല ഇതെല്ലാം ചെയ്യാറുണ്ട്. അതാ ചോദിച്ചത്. അപ്പുറത്തെ കാതിലൊക്കെ കൊടുക്കണം. ആളിക്കട്ടെ ബോഡി ഹഗ്ഗിംഗ് വിത്ത് ഫ്ലഫി പ്ലീറ്റ്സ്. അതിനുള്ള മെഷർമെന്റ് എടുക്കാണ് സാരിയുടേത്. അപ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ബ്രൈഡ്സിനോട് പ്രത്യേകം പറയണം, സാരി റോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾ എത്ര നീറ്റായിട്ട് സാരി എടുക്കാൻ ശ്രമിച്ചാലും ഈ ലൈൻസ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് അത്ര നീറ്റ്നെസ് വരില്ല. ഇതിപ്പോൾ നന്നായി പോകും. അപ്പം നമ്മുടെ ഫ്ലഫി പ്ലീറ്റ്സിനൊന്നും ലൈൻസ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര രസമായിട്ട് കിടക്കും. അല്ലെങ്കിൽ ആ ലൈൻസ് വന്നിട്ട് അത് പ്ലീറ്റ് ആവും. ഓക്കെ, നമ്മൾ എടുത്ത പ്ലീറ്റ്സ് കൂടാണ്ട് അതൊന്നും എക്സ്ട്രാ ആവും. അത് നേവൽ എവിടെയാണോ അവിടെ, ഓക്കെ, എവിടെയാണോ അവിടെ വെച്ചിട്ട് സാരി സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാം. നേവലിന് നേരെ ഒരു പിൻ ഉണ്ടാവും. ഈ സേഫ്റ്റി പിൻ കുത്തിയതിന്റെ ഒരു 3-4 ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡാർക്ക് Bye.